എല്ലാവർക്കും നമസ്കാരം. മത്സ്യാവതരണത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞെങ്കിലും നിർത്തി അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഹയഗ്രീവൻ ഇതെല്ലാം കൂടി സമുദ്രത്തിൽ പോയി പ്രശ്നമായി. അപ്പോൾ ദേവന്മാരെല്ലാം ബ്രഹ്മാവ് പോയി ഭഗവാനെ കണ്ടു. ഭഗവാൻ പറഞ്ഞു ശരി വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെയിരുന്നു. ഇതെപ്പോഴറിയോ? 6-ാം മന്വന്തരത്തിൻ്റെ അവസാന ഘട്ടമാണ്. സൃഷ്ടി കഴിഞ്ഞിരിക്കുകയാണ്. സൃഷ്ടി കഴിഞ്ഞിട്ടാണ് നാൻമുഖൻ അവിടെ ഇരിക്കുന്നത്. അതെന്നാണ് ഇത് എടുത്തുകൊണ്ട് വേദങ്ങളെ, മുഖത്തുള്ള വേദങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് സത്യവ്രതൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. സത്യവ്രതൻ അതായത് സൂര്യവംശത്തിൻ്റെ ആദിപിതാവ്. സൂര്യവംശത്തിൻ്റെ ആദിപിതാവ് പറഞ്ഞാൽ സൂര്യവംശത്തിൻ്റെ പുരാതനമായ ആള്, സ്ഥാപിച്ച ആള് എന്ന് നമുക്ക് കിടക്കാം. അദ്ദേഹം വളരെ വലിയൊരു വിഷ്ണുഭക്തനായിരുന്നു. ഭയങ്കര വിഷ്ണുഭക്തനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, എല്ലാം കൊണ്ടും പ്രമാണിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടി സമുദ്രത്തിൽ പോയി ജലം കയ്യിലെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഖനമാലിനി എന്ന നദിയാണ്. ആ നദിയുടെ പേര് ഖനമാലിന എന്ന നദിയിൽ തർപ്പണം ചെയ്യുകൊണ്ട്, ഇങ്ങനെ പുണ്യനദിയിൽ തർപ്പണം ചെയ്യുകൊണ്ട് ഇങ്ങനെ ജലമൊഴിക്കുമ്പോൾ, ഈ തർപ്പണം എന്ന് വെച്ചാൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ലല്ലോ, അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്. ആക്ച്വലി അതിൻ്റെ പേര് തർപ്പണം എന്നാണ്. തർപ്പണം അതായത് അർപ്പണം എന്നാണ്. ഞാൻ അർപ്പിക്കുന്നു, അത് ലോപിച്ച് തർപ്പണം എന്നായി. അർപ്പണം പറഞ്ഞാൽ ഞാൻ കൊടുക്കുക എന്ന്. അപ്പോൾ ഭഗവാനെ വിചാരിച്ച് ജലം കയ്യിലെടുത്ത് അർപ്പിക്കുന്നതിനാണ് തർപ്പണം എന്ന് പറയുന്നത്. ഈ മഹാരാജാവ്, അതായത് സത്യവ്രതൻ, ഇങ്ങനെ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത്, ആ വെള്ളം കോരിയ സമയത്ത്, ഏത് ഖതമാലിനി എന്ന നദിയിൽ നിന്ന് വെള്ളം കോരി കയ്യിലെടുത്ത സമയത്ത് ഒരു ചെറിയ മത്സ്യക്കുട്ടി, സുവർണ നിറത്തിലുള്ള മത്സ്യക്കുട്ടി ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. ആ വളരെ ചെറുത്. അതിൻ്റെ ആ കളി കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം തോന്നി. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ചെറിയൊരു ജലപാത്രമുണ്ട്, വെള്ളം കയ്യിൽ ഒഴിക്കാറുണ്ട്. ആ ജലപാത്രമുണ്ട്. ആ പാത്രത്തിലെത്തും. പാത്രം കുടത്തിലിട്ടുകൊണ്ട് അദ്ദേഹം അരണ്മനയിലേക്ക്, രാജധാനിയിലേക്ക് പോയി. അവിടെ എത്തി നോക്കുന്ന സമയത്ത് എന്താണ്, ഈ പാത്രത്തിനേക്കാളും ഇത് വലുതായി കഴിഞ്ഞു. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? പക്ഷെ അതിൻ്റെ ആ ചലനത്തിന്, ഭംഗിക്കോ യാതൊരു വ്യത്യാസമില്ല, കൂടിക്കൊണ്ട് വരുന്നൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം അതിനകത്ത് അവിടെയുള്ള കൂവം, അതായത് കിണറ്റിട്ടു. അപ്പോൾ ദിവസം വന്ന് നോക്കും. അദ്ദേഹം എപ്പോഴും വന്ന് നോക്കും. കിണറ്റിൽ നോക്കിയ സമയത്ത് എന്താ, ആ കിണറ്റിലുള്ള വെള്ളത്തിനേക്കാളും മുകളിലായി കഴിഞ്ഞു ഇത്. ആ കിണറ്റിൽ നിന്ന് അദ്ദേഹം ഇതിനെ കൊല്ലാൻ പാടില്ല എന്ന് വിചാരിച്ച് ഒരു പൊയ്ക, അവിടെ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ഒരു പൊയ്ക, അതായത് നമ്മളെന്താ പറയുക, കുളം, താമരക്കുളം എന്നൊക്കെ പറയും, ആ കുളത്തെ കൊണ്ടിട്ടാൽ ഇനി വലുതാവില്ല വിചാരിച്ചു. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ അവസ്ഥ എന്താണ്, ആ കുളവും നിറഞ്ഞു കഴിഞ്ഞു. ശരി, ഇനി എന്താ മാർഗം? എടുത്ത് ആ പുഴയിൽ തന്നെ കൊണ്ടുവിട്ടു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ്, ആ പുഴയിലെ ജലത്തിൻ്റെ ഉപരിയിൽ വന്നു ഇത് വലിയൊരു മത്സ്യമായിരുന്നു. അപ്പോഴും അതിൻ്റെ ഭംഗിക്ക് യാതൊരു കുറവില്ല. സുവർണ നിറം. എൻ്റെ മത്സ്യത്തിൻ്റെ കണ്ണുകളൊക്കെ, മത്സ്യക്കണ്ണെന്ന് പ്രസിദ്ധമാണ് സാധാരണ. ആ മത്സ്യത്തിൻ്റെ കണ്ണ് മത്സ്യക്കണ്ണ് പോലെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? സാധാരണ മത്സ്യങ്ങൾക്ക് എന്താ വട്ടക്കണ്ണുണ്ടാവുക. പക്ഷെ ഈ മത്സ്യത്തിൻ്റെ കണ്ണിന് പോലും ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഭംഗിയുള്ള ഒരു മത്സ്യം ആണ് അത്. അദ്ദേഹം അതിനെ അടുത്ത ഉടനെ സമുദ്രത്തിൽ നിക്ഷേപിച്ചു. സമുദ്രത്തിൽ നിക്ഷേപിച്ചപ്പോൾ എന്താണ്, അത് വീണ്ടും സമുദ്രത്തിൽ ഉപരി അതിനേക്കാളും വലുതായി വന്നു. അപ്പോഴും അതിൻ്റെ ഭംഗിക്ക് കുറവില്ല. ഇദ്ദേഹം വിചാരിച്ചു, ഈശ്വര, ഇതെന്തൊരു പരീക്ഷയാണ്, ഇതിനെ ഞാൻ കൊല്ലാൻ പാടില്ല പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്.
പക്ഷെ ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് മഹാവിഷ്ണുവിനെ, അദ്ദേഹം വിഷ്ണുഭക്തനാണ്, ഭയങ്കരമായി പ്രാർത്ഥിച്ചപ്പോൾ ഈ മത്സ്യം ചോദിച്ചു, മഹാരാജാവേ, നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എന്നെ പിടിച്ചുകൊണ്ടുപോയി ഇപ്പോൾ അവസാനം ഈ സമുദ്രത്തിലിട്ടു. എന്നെ ഇവിടെ സമുദ്രത്തിലുള്ള മറ്റ് ജീവികൾ എന്നെ തിന്നില്ലേ? നിങ്ങൾ ചെയ്യുന്ന ധർമ്മമാണോ എന്ന് ആദ്യം ചോദിച്ചു. ഇദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഈശ്വര, ഇതെന്തും മായയാണ് എന്ന് വാദിച്ചപ്പോൾ എന്ന് കണ്ണു തുറന്നു നോക്കുന്നുണ്ട്. ആ മത്സ്യത്തിൽ ശംഖുചക്രകലാപത്മത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു. സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു, എൻ്റെ അപരാധം ക്ഷമിക്കണം, താങ്കൾ ഈ രൂപമെടുത്തതിൻ്റെ ആവശ്യം എന്താണ് അതൊന്ന് എനിക്ക് പറഞ്ഞാൽ കൊള്ളാം, ഞാൻ ചെയ്ത തെറ്റിന് എല്ലാം മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, ലോകത്ത് പ്രപഞ്ച സൃഷ്ടിയുടെ തുടർച്ച എങ്ങനെ നടക്കുന്നു. ആദ്യം ഞാൻ ജലത്തായി ആമയായി വന്നു, പിന്നീട് എന്താണ് കരയിൽ വരാഹമൂർത്തിയായി വന്നു, പിന്നെ നരസിംഹമായി വന്നു, പിന്നെ വാമനമൂർത്തിയായി വന്നു. ഇങ്ങനെ പ്രകൃതിയിൽ ഉള്ള മാറ്റങ്ങളെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഒരു ഉദ്ദേശം. രണ്ടാമതായി, ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ ഇങ്ങനെ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് വേദം. അപ്പോൾ ആ എന്നാൽ ഉണ്ടാക്കപ്പെട്ടതും ഞാൻ തന്നെയുമായ വേദത്തെ മോഷ്ടിച്ച് ഈ നദിയിൽ പോയിരിക്കുന്നു. അയാളെ കണ്ടുപിടിച്ച് വധിക്കുക എന്ന എൻ്റെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇദ്ദേഹം സത്യവ്രതൻ ചോദിച്ചു, എന്ത് വേണം ചോദിച്ച സമയത്ത് സത്യവ്രതൻ പറഞ്ഞു, അടിയനെ പ്രളയം കണ്ടാൽ കൊള്ളാം എന്നൊരാഗ്രഹം. അദ്ദേഹത്തിന് അങ്ങനെയാണ് ആഗ്രഹം. എന്താ ചെയ്യുക, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമല്ലേ. പ്രളയം കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഓ ശരി, ആയിക്കോട്ടെ. ഇന്നത്തെ 7-ാം ദിവസം, അതായത് ഈ ചോദിച്ച ദിവസത്തിൻ്റെ 7-ാം ദിവസം ഒരു ഭയങ്കര പ്രളയം വരും. ആ പ്രളയത്തിൽ ഒരു തോണി വരും. ആ തോണിയിൽ ഋഷിമാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. താങ്കൾ ആ തോണിയിൽ കയറി ലോകം മുഴുക്കെ കാണാനുള്ള സാധ്യതകൾ ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 7-ാമത്തെ ദിവസം ഒരു ഭയങ്കരമായ പ്രളയം വന്നു. ലോകം കണ്ടിട്ടില്ലാത്ത അവസ്ഥയിലുള്ള ഒരു പ്രളയം. ആ പ്രളയത്തിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു തോണി ഇങ്ങനെ ആടിക്കൊണ്ടുവരുന്നു. ഇദ്ദേഹം ആ പ്രളയത്തിൽ ഇങ്ങനെ നീന്തി ആ തോണിയിൽ പിടിച്ച് കയറിയ സമയത്ത് അവിടെ കുറേ മഹർഷിമാരുണ്ട്. അവരെല്ലാവരും കൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗവും സഞ്ചരിച്ച് കണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ തോണി ഇങ്ങനെ മറിയാൻ പോയി. അതായത് പ്രളയത്തിലെ ജലത്തിൻ്റെ ആ ഉപരിഭാഗത്താണല്ലോ തോണി. ആ ജലത്തിൻ്റെ അല കൊണ്ട് ഈ തോണി മറിയാൻ പോയി. ഉടനെ ഈ മത്സ്യം ഒരു ഭയങ്കരമായ മത്സ്യമായി ആ തോണിയെ പൊക്കി കൊണ്ട് പതുക്കെ കരയിലേക്ക് വെച്ചു. എന്നിട്ട് ഈ സത്യവ്രതനെ അനുഗ്രഹിച്ച് പറഞ്ഞു, വൈവസ്വത മനു, അടുത്ത മന്വന്തരത്തിൽ വൈവസ്വത മനുവായി അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്ത് ആക്കി മാറ്റി എന്നാണ് കഥ. ഞാൻ വളരെ ചുരുക്കിയേ പറഞ്ഞുള്ളൂ, വർണ്ണന ഒന്നും ചെയ്തില്ല. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുന്നതല്ല പ്രാധാന്യം, നിങ്ങളുടെ വിലപ്പിടിച്ച സമയം പോകും, അതാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കി വെക്കണം. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ, നമ്മളൊരു ഹിന്ദുവല്ലേ, അതിനെപ്പറ്റി അറിയണ്ടേ, ആ ധർമ്മം നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് പറഞ്ഞു, ക്ഷമയായി കേട്ടന് വളരെ നമസ്കാരം. ധാരാളം തെറ്റുകളുണ്ടാവും എന്നല്ല, തെറ്റേ ഉള്ളൂ. പക്ഷേ എല്ലാം ഭഗവാനെ വിശ്വസിച്ച് ക്ഷമിക്കുക. കേട്ടതിന് വളരെ നല്ല സബ്സ്ക്രൈബ് ചെയ്യുക. സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം, നന്ദി.